ഞാൻ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിനോട് പോയി മൗലിദ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് മൗലിദുൽ അക്ബർ ആയിക്കോട്ടെ എന്ന് ഉസ്താദ് പറഞ്ഞു. അതേപോലെ എൻ്റെ അഭിമന്യരായ ഗുരുവര്യൻ ശൈഖുന കോട്ടൂർ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദ് ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി യാത്ര ചെയ്ത് 2 മണിക്കൂർ കഴിയുമ്പോൾ മൂത്രമൊഴിക്കണം. പിന്നെയും യാത്ര ചെയ്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഉസ്താദ് അവരുകൾ ഇന്ന് രാവിലെ മഴ വന്നപ്പോ ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ മഴ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, 10,000-കണക്കിന് ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകാനുണ്ട്, അപ്പൊ ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് 300 ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം വിളിക്കി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വിളിച്ചു. ഇനി മഴ ഉണ്ടാവൂല, അല്ലാഹു സന്തോഷം തരട്ടെ. മഴ ശർറ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾക്ക് ഖൈറാണെങ്കിൽ മഴ വേണം, അപ്പോ മഴ വേണ്ട എന്നല്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മൗലിദുൽ അക്ബർ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഇതിനെ ഈ നാട്ടിലുള്ള നാട്ടുകാരായ പ്രവർത്തകർ SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും അതുപോലെ നമ്മുടെ പ്രവർത്തകർ മുഴുവനും ഇവിടെ സഹകരിക്കുന്നുണ്ട്. അതുപോലെ എറണാകുളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഇന്നലെ വന്നിട്ട് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത അവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഈ മൗലിദിന്റെ മജ്ലിസിലേക്ക് അറിയാതെ തന്നെ സഹായം തരുന്നവർ റബ്ബേ അവർക്കൊക്കെ നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. ഗൾഫ് നാടുകളിൽ ബുദ്ധിമുട്ടുന്നവർ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവർ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് ഇവിടെ ഇരുന്നവർ ഭക്ഷണം കഴിക്കാൻ നേരെ ഭക്ഷണത്തിന്റെ സ്ഥലത്തേക്ക് പോവാ. ഇനി അടുത്തത് ബഹുമാനപ്പെട്ട സാദിഖി ഫാദിലി ഗൂഡല്ലൂർ ഉസ്താദിന്റെ ബുറുദ അത് ആരംഭിക്കും. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്.